ഗുഡ് മോർണിംഗ്. നമ്മളെ എക്സ് കോർപ്പറേറ്റ് ഇന്നേക്ക് 3 ദിവസമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2024 ഓഗസ്റ്റ് 1 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഓഗസ്റ്റ് 3. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇതിൽ $10 മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് തൊട്ടടുത്ത രണ്ടാം ദിവസം തന്നെ അത് $20 അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ വീണ്ടും ഒരു $50 ഇതിനകത്തേക്ക് ടോപ്പപ്പ് ചെയ്തു, അല്ലെങ്കിൽ അത് വാഷ് ഔട്ട് ആവും. എന്നിട്ട് ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് എനിക്ക് മൊത്തം $57.82 എൻ്റെ ട്രസ്റ്റ് വാലറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ടോട്ടലായിട്ട്. ഇതിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ID എന്ന് പറഞ്ഞാൽ 16ാമത്തെ ID ആണ്. ഇപ്പോൾ മൊത്തത്തിൽ കമ്പനിയിൽ 236 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ എൻ്റെ ഞാൻ ഡയറക്ടർ റെഫർ ചെയ്ത് 4 പേരാണ്. ഓക്കെ, എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 60. എനിക്ക് ടോട്ടൽ വന്ന എമൗണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 49.8 USDT ആണ് എനിക്ക് ഡയറക്റ്റ് റെഫറൽ ബോണസായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ 0.5 സെക്കൻഡ് ലെവൽ ബോണസായിട്ട് വന്നിട്ടുണ്ട്. ജനറേഷൻ ബോണസ് 2.36 വന്നിട്ടുണ്ട്. പിന്നെ സിംഗിൾ ലൈൻ ബോണസ് 21.96 എനിക്ക് ക്രെഡിറ്റ് ആവാനുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ട്രസ്റ്റ് വാലറ്റ് തുറക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഡോളർ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ആശാവഹമായ ഒരു കാര്യമാണ് കാണുന്നത്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളിതിനകത്ത് ഐ ഡി അടിച്ച് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുറച്ച് ആളുകൾ റെഫർ ചെയ്യുക. ഇനി റെഫർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വിഡ്രോവലോ ഒക്കെ എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കയറുന്ന ഒരു സിസ്റ്റമാണ് എക്സ് കോർപ്പറേറ്റിൻ്റെ സിംഗിൾ ലൈൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. വളരെ മികച്ച ഒരു പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നല്ലൊരു ഭാവി ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 3 ദിവസമായിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. ഓക്കെ, താങ്ക് യു. നമ്മളെങ്ങനെയാണ് നമ്മളെ പുതിയ കമ്പനിയിൽ എക്സ് കോർപ്പറേറ്റ് എന്നുള്ള കമ്പനിയിലെ സിംഗിൾ ലൈൻ പ്രൊജക്റ്റിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം നമ്മുടെ സുഹൃത്ത് അയച്ചെന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഓക്കെ, ആ ലിങ്ക് ചില ഫോണിൽ നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ക്രോമിലേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തിട്ട് അവിടെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഗോ കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, excorporate.uk എന്ന് പറഞ്ഞാൽ നമ്മളെ പേജിലേക്ക് പോകും. ഇപ്പോൾ ഇത് നമുക്കിവിടെ ഒരു ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ഇതെന്ന് പറഞ്ഞത് നിങ്ങളെ സ്പോൺസർ ചെയ്ത ആളുടെ ലിങ്കാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യണം. നമ്മൾ കണക്ട് വാലറ്റ് കൊടുക്കുക. കണക്ട് വാലറ്റ് കൊടുത്തിട്ട് നേരെ ട്രസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ ഒരു 10 USDT എങ്കിലും മിനിമം കൊണ്ടുവരണം. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളിവിടെ 10 അടിച്ചതിന് ശേഷമാണ് കണക്ട് ചെയ്യാൻ. ഓക്കെ, 10 അടിച്ചിട്ട് കണക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചുരുങ്ങിയത് ഒരു $5 BNB എങ്കിലും കൊണ്ടുവരണം. കാരണം ഗ്യാസ് ഫീ കൂടുതലല്ല, പക്ഷേ അവർക്ക് $5 BNB ഉണ്ടെങ്കിൽ ഇതിൽ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. നമുക്ക് BNB നമുക്ക് നഷ്ടപ്പെടുന്നത് ശരിക്കും ഒരു 10 രൂപ, INR 10 രൂപയൊക്കെ നഷ്ടപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു $5 BNB ഇതിൽ എത്തിക്കണം. അത് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകും. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് അടിക്കുമ്പോൾ ഇവിടെ $10 ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ് കോർപ്പറേറ്റ് വാണ്ട് ടു കണക്ട് യുവർ വാലറ്റ് BNB സ്മാർട്ട് ചെയിൻ വേണ്ടി കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് കാണിക്കും. ഓക്കെ, കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. പ്ലീസ് വെയിറ്റ് വൈൽ റീഡയറക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വാലറ്റ് കണക്റ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിങ് കാണിക്കുന്നുണ്ട്. ഈ വാലറ്റ് കണക്റ്റ് ആയതിന് ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ പ്രോസസ്സിങ് ആയി. അപ്പോൾ നമുക്ക് BNBയുടെ അപ്രൂവൽ വേണം. അത് അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ
നമ്മൾ ഇത് കണക്റ്റിംഗ് ആവുന്നുണ്ട്. കണക്റ്റിംഗ്. പ്ലീസ് വെയിറ്റ് വൈൽ റീഡയറക്റ്റ്. ആ സമയത്തൊന്നും നമ്മൾ അതിൻ്റെ അകത്ത് തുടരുത്. ഇതൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക് ചെയ്യാണ്. ഓക്കെ, പ്രോസസ്സിങ് കാണിക്കാൻ വെയിറ്റ് ചെയ്യാം. അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആവും. നമുക്കിവിടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്തൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്ത് നമ്മുടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.